ഇന്ന് പുതിയ ടോപ്പിക്കൊന്നുമില്ലേ? ഇന്നത്തെ വിഷയം എന്താ? അല്ല, ഇന്നിൻ്റെ പ്രതിലേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതല്ല ടോപ്പിക്കുകളല്ല. അല്ല, അതന്നെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ എത്തിക്കേണ്ട കാര്യങ്ങളെന്നില്ല. ഗവൺമെൻറ് തലങ്ങളിൽ നമ്മളെ ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട കുറേ ആനുകൂല്യങ്ങളുണ്ട്. ശരിക്കും നമ്മളതൊന്നും മേടിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി വല്ല ടോപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിലുണ്ട്. ഒരു സാധനമുണ്ട്. വെച്ചാലേ സംഭവം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എന്നാലും എത്താത്തവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു ഇൻഫോം കൊടുക്കാമെന്ന് മാത്രം. കാരണം കുറേ ഇപ്പോൾ കല്യാണ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണ സീസൺ ആകുമ്പോൾ ഒരു ആദ്യ ഗർഭിണികളുണ്ടാകും. ആദ്യ ഗർഭം എന്നാണ് ശരിക്കും പറഞ്ഞത്. പദ്ധതി എങ്ങനെയാണ്? അപ്പോൾ PMMBY എന്നാണ്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അതാണ് പദ്ധതി. ആ പദ്ധതി പ്രകാരം ആദ്യ ഗർഭിണികൾക്ക് 5000 രൂപ കിട്ടും. കാരണം 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ ഗർഭിണിക്ക് 5000 രൂപ കിട്ടുക വലിയൊരു സഹായമാണ്, ചെറിയ സഹായമൊന്നുമല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കുറേ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നത് ശരി, കുറേ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യണം നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയില്ല അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഓരോ വാർഡിലും അല്ലെങ്കിൽ അടുത്ത വാർഡിലൊക്കെ അംഗനവാടികളുണ്ടാവും. ആ അംഗനവാടികൾ നിങ്ങൾ ഗർഭിണിയായാലും ആദ്യ ഗർഭം ധരിച്ചവർ അംഗനവാടി പോവുക. അംഗനവാടി പോയിട്ട് അവിടുത്തെ ടീച്ചറുണ്ടാവും. അത്രമാത്രം ചെയ്യാൻ മതി. വേറെ ആൾ വിളിക്കാൻ നിൽക്കുന്നുണ്ട്. ടീച്ചറോട് പറയാം ഇങ്ങനെ ഗർഭിണി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. രണ്ടാം ഘട്ടം 2000 രൂപ കിട്ടും. മൂന്നാം ഘട്ടം 2000 രൂപ കിട്ടും. അതിന് 5000 രൂപ ഒരാൾക്ക് കിട്ടും. ഈ 5000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന സഹായമാണ്. നമ്മളെന്തിനാണ് കളയണത്? നമ്മൾ അത്തരം സഹായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സംഗതി ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ പലർക്കും അറിയാം. എന്നാൽ കുറേ ആളുകൾക്ക് അറിയൂട്ടാ. ഞാൻ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ചില പലർക്കും അറിയും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. തീർച്ചയായിട്ടും ഉപകാരമാവട്ടെ എന്ന് ആശംസിക്കുന്നു.